عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله المبدئ المعيد فعال لما يريد ذو العرش المجيد. الصلاة والسلام على سيدنا هادي الأمة إلى المسلك السديد وعلى آله وصحبه أجمعين. أما بعد. ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആഗതനായിരിക്കുന്നത് ഒരു കൊച്ചു കഥയുടെ ചെപ്പ് തുറക്കാനാണ്. ഞങ്ങളുടെ കഥയുടെ പേര് പതറാത്ത ധീരവനിത. അതെ, പതറാത്ത ധീരവനിത. സ്പെയിനിൻ്റെ കുന്നുകളും മലകളും തായ്വാരങ്ങളും സർവ്വതും ആ നാടിനൊരു നിരയാക്കി മാറ്റി. സുന്ദരമായ പ്രകൃതിയുടെ വരദാനങ്ങൾക്കൊപ്പം ദൈവം ആ നാട്ടിന് വളക്കൂറുള്ള പുഷ്ടി നൽകി. താരിഖ് ഇബ്നു സിയാദിൻ്റെ പടയോട്ടം ആ നാട്ടിൽ നിന്നും മാഞ്ഞു പോയില്ല. ലോകത്തിൻ്റെ നെറുകയിൽ പ്രകതൂപി നിൽക്കുന്ന ആ കലാസാഹിത്യത്തെ ലോകം ഉറ്റി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആത്മീയഹാരം മറഞ്ഞു സ്പെയിനിൽ മണ്ണിൽ നിന്നും. ആഹദോന്റെ നൂറ് അണഞ്ഞു മാമല നാട്ടിൽ നിന്നും. ഈമാനിൻ്റെ പ്രഭാവം വറ്റുന്നേ ആ നാട്ടിലിന്ന്. ഫെർഡിനാൻഡിൻ താണ്ഡവമാടുന്നേ. ഈമാനിൻ്റെ പ്രഭാവം വറ്റുന്നേ ആ നാട്ടിലിന്ന്. ഫെർഡിനാൻഡിൻ താണ്ഡവമാടുന്നേ. ഓ സ്പെയിൻ, നിനക്കെന്തു പറ്റി? ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഹിറ്റില്ലാമായിരുന്നു നീ. ഇന്ന് സ്പെയിൻ നസ്രാക്കളുടെ കാരാളഹസ്തങ്ങളിൽ ഞൊരിഞ്ഞമരുകയാണ്. പാവം മുസ്ലിങ്ങൾ സ്വന്തം അസ്തിത്വങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. സ്വന്തം കുടികളിൽ താമസിക്കാനുള്ള അവകാശങ്ങൾ പോലും ഇല്ലാതെയായി. നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ആ കൊച്ചു കുരലിൽ നിന്ന് മാത്രം ഒരു പ്രാർത്ഥനാ ശബ്ദം കേൾക്കാം. ഫെർഡിനാൻഡിന്റെ ആധിപത്യം സ്പെയിനിന്റെ വ്യോമാന്തരത്തിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചിരുന്നു. പാവം മുസ്ലിങ്ങൾ. ഫെർഡിനാൻഡിന്റെ കിങ്കരന്മാർ ഓരോ മുസ്ലിം വീട്ടിലും കയറി മതം മാറ്റത്തിലുള്ള വാക്കുകൾ ചൊല്ലി തുടങ്ങി. തീർത്താൽ തീരാത്ത രോഷവുമായി നസർപട അണി അണിയായി ചീറിപ്പാന് വരുന്നേ. മഹദി മണി സോഫിയാന്റെ വീട്ടിൽ കയറി ചൊല്ലുന്നേ. നിരനിരയത് മതമിലകില് അണി അണിയത് പട നിരത്തിട്ട് ഇടറി കുഫറുകളും. മഹദി സോഫിയാന്റെ കൈകളിൽ ചങ്ങല. സോഫിയാന്റെ കൈകളിൽ ചങ്ങല. കുടുമിക വെട്ടകൾ തട്ടുകളും തടവേത്ത മട്ടമില്ലൂത്ത ചട്ടമിൽ പരപൊരുതിടലായി. പ്രതികാരത്തിന്റെ ആ കൊടുങ്കാറ്റ് ആ കൊച്ചുകുരയേക്ക് അടിച്ചു വീശി. എടീ, നിന്റെ മതമേത്? ഇസ്ലാം. നിന്റെ പേരോ? സോഫിയ. നിനക്ക് ഈ നസ്രാരായിട്ട് നിൽക്കണമെങ്കിൽ നീ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണം. ഇത് കേട്ട സോഫിയ പറഞ്ഞു, ഇല്ല, എൻ്റെ മതത്തിൽ നിന്ന് ഒരിഞ്ച് പോലും മാറാൻ ഞാൻ തയ്യാറല്ല. ഫെർഡിനാൻഡിന്റെ കിങ്കരന്മാർ അലറി, ആരവിടെ? ഞങ്ങൾക്കെതിരെ. അങ്ങനെ ഫെർഡിനാൻഡിന്റെ സന്നിധിയിലേക്ക് സോഫിയാന്റെ തൃക്കരങ്ങ രാജഭടർ കെട്ടി. ആ മംഗ മഹദിയോരെ ഇരുട്ടറയിൽ പൂട്ടി. കണ്ടമിടറി തുടങ്ങി, കണ്ണ് നിറഞ്ഞു കവിഞ്ഞു. റബ്ബിൻ സവിധത്തിൽ കൈകുലയർത്തി 5 നേരം അവർ തേടി. സോഫിയാന്റെ തൃക്കരങ്ങ രാജഭടർ കെട്ടി. ആ മംഗ മഹദിയോരെ ഇരുട്ടറയിൽ പൂട്ടി. പ്രഭു, ആ പെൺപിശാചിനെ കൊണ്ട് ഞങ്ങൾ തോറ്റു. അവളോട് മതമാറ്റത്തിനുള്ള പാടാത്ത പാട്ടുകളില്ല, പറയാത്ത കഥകളില്ല. എന്ത് ചെയ്യാനാ? അവളെ കൊണ്ട് ഞങ്ങൾ തോറ്റു. ഇത് കേട്ട ഫെർഡിനാൻഡ് പറഞ്ഞു, കെട്ടിക്കൊണ്ടുവരവളെ. അങ്ങനെ ഫെർഡിനാൻഡിന്റെ കിങ്കരന്മാർ ഫെർഡിനാൻഡിന്റെ സന്നിധിയിൽ നിന്ന് സോഫിയാന്റെ വീട്ടിലേക്ക്. ജയിലിൻ്റെ ഉള്ളിൽ നിന്നും സോഫിയ കണ്ണീർ വാർക്കുന്നു. നിറകണ്ണാലാ ഹൃദയത്തിൽ വേദന നീറിപ്പുകയുന്നു. റബ്ബേ, നീ കാവൽ തരണേ, കരുണാമയനെ സുബ്ഹാനേ. എൻ മകനെ കാത്തിടണേ, കരുണ കടാശം ചൊരിയണേ. അവനാണൻ ജീവിത വിജയം, അവനില്ലൻ ശാശ്വത നിലയം. അവനാണൻ ജീവിത വിജയം, അവനില്ലൻ ശാശ്വത നിലയം. അവനെ നീ കാത്തിടണേ, കരുണാമയനെ സുബ്ഹാനേ. അവനെ നീ കാത്തിടണേ, കരുണാമയനെ സുബ്ഹാനേ. അങ്ങനെ ഫെർഡിനാൻഡിന്റെ കിങ്കരന്മാർ സോഫിയയും കെട്ടിക്കൊണ്ടുവന്ന് ഫെർഡിനാൻഡിന്റെ മുമ്പിൽ ഹാജരാക്കി. എടി, നീ മുസ്ലിമാണോ? അതെ. നിന്റെ പേര്? സോഫിയ.
ഫെർഡിനാൻഡ് പറഞ്ഞു, നിനക്ക് ഞാൻ 2 അവസരങ്ങൾ കൂടി തരാം. ഒന്ന്, നിനക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാം, അല്ലെങ്കിൽ നീ ചൊറൂട്ടി പാലൂട്ടി വളർത്തിയ നിന്റെ പൊന്നോമന പുത്രത്തെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുക. ഇത് കേട്ട സോഫിയ പറഞ്ഞു, എൻ്റെ മതത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും നീങ്ങാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ നീ മകനെ, ജന്നാത്തുൽ ഫിർദൗസിൽ പാറി കളിക്കുന്ന ഉപ്പാന്റെ സവിധത്തിൽ നീ കരളേ. ഉപ്പാന്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മണ്ണിൻ്റെ മണമല്ലേ നിൻ വദനം. ഉമ്മാന്റെ ജീവന്റെ ജീവനായി തുടികൊള്ളും ഹൃദയത്തിൽ വരദാനം നിൻ വിനയം. കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ നീ മകനെ, ജന്നാത്തുൽ ഫിർദൗസിൽ പാറി കളിക്കുന്ന ഉപ്പാന്റെ സവിധത്തിൽ നീ കരളേ. ഫെർഡിനാൻഡ് പറഞ്ഞു, എടി സോഫിയ, നിന്റെ വിധി വിധിച്ചു കഴിഞ്ഞു സോഫിയ, ഇനി നിനക്ക് 1 ഇഞ്ച് അവസരം പോലുമില്ല സോഫിയ. അങ്ങനെ ഫെർഡിനാൻഡും ഫെർഡിനാൻഡ് കിങ്കരന്മാരും വലിയൊരു മൈതാനത്തിൻ്റെ നടുവിൽ തീക്കുണ്ടാനം സൃഷ്ടിച്ചു. അതിന് പിറകിലൂടെ സോഫിയയും മകനും നടന്നു വന്നു. സോഫിയ മകനെ കയ്യിൽ പിടിച്ച് പറഞ്ഞു, മകനെ, നീ ധീരനായി മരിച്ചുപോയ നിൻ്റെ പിതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ജന്നാത്തുൽ ഫിർദൗസിലെത്തി ഉപ്പയോട് സലാം പറഞ്ഞിരണേ. അങ്ങനെ സോഫിയ മകനെയും തീയിലേക്ക് വലിച്ചെറിഞ്ഞു. പുകളോദിയ മഹിമ പരത്തിലെ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊറുത്തിടാൻ പരനോട് തേടുകയായി ദീനിൻ പുകളോദിയ മഹിമ പരത്തിടെ ചരിതാമുരതിടലാം. തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊറുത്തിടാൻ പരനോട് തേടുകയായി. ഫെർഡിനാൻഡിൻ്റെ ക്രൂരനായ കണ്ണുകൾക്ക് മുമ്പിൽ സോഫിയ തളർന്ന് വീഴുകയാണ്. ഫെർഡിനാൻഡ് ദുഷ്ടതയോടുകൂടെ ആടി ഉല്ലസിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.